ഈ വീഡിയോയിൽ ഉപ്പും മുളകും ലൈറ്റ് ആ ഫാമിലിയുടെ കുറിച്ച് കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല കാണാൻ, ഇത് കണ്ട് കണ്ട് മടുത്ത് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് വേസ്റ്റ് ചെയ്യാതെ വേറെ വല്ല വീഡിയോ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഞാൻ നിർബന്ധിക്കത്തേയില്ല ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ മാത്രമാണ്. ഇത് സത്യമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കാണുക. സോ ഈ ഒരു ഉപ്പും മുളകും ഫാമിലിയുടെ ഈ ഒരു ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേന് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ ആ ഒരു ഫാമിലി അച്ഛനമ്മയും വീഡിയോ ഇടുന്നു, മൂത്ത സഹോദരിയും ഭർത്താവും വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പം ഒളിച്ചോടിപ്പോയ ആ ഒരു പെൺകുട്ടിയായിട്ടുള്ള നന്ദനയും ഭർത്താവും വീഡിയോ ഇടുന്നുണ്ട്. ഇങ്ങനെ 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഓരോരോ കാര്യം പറയുന്നു. ചിലർ പറയുന്ന അച്ഛൻ്റെ അമ്മയുടെ കയ്യിലാണ്, അവരാണ് ശരിയെന്ന് പറയുന്നത്. മറ്റു ചിലർ പറയുന്നുണ്ട് ഈ ഒളിച്ചോടി പോയ നന്ദനയും ഭർത്താവിൻ്റെ കയ്യിലുമാണ് ശരിയെന്ന് പറയുന്നത്. ചിലവർ പറയുന്നത് പൊന്നൂസൊക്കെ പറയുന്ന മൂത്ത സഹോദരി പറയുന്നതിലും കാര്യമുണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിൽ ആരാണ് യഥാർത്ഥ കാര്യം? അവരെ ഫുൾ തെളിവ് കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്ത് വിടുന്ന കാര്യങ്ങളോ ഒന്നുമില്ല. അവരിങ്ങനെ വിടും ഇല്ലെങ്കിൽ അവരുടെ ഭാവിയിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട, അതുകൊണ്ടാണ് വിടാത്തതെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്നുള്ള കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പം എന്താണ് യഥാർത്ഥ സംഭവം, ആരാണ് ഇതിൽ കുറ്റം ചെയ്തിട്ടുള്ളതെന്നൊന്നും നമുക്കറിയത്തില്ല. ഇവരിങ്ങനെ മാറി മാറി വീഡിയോസ് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ ചുമ്മാ നാടകം കളിക്കുന്നതാണെന്ന് തോന്നി. ഇപ്പം നന്ദന എന്ന് പറഞ്ഞ ആ ഒരു കൊച്ചിൻ്റെ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ പുതിയതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിലും ഇതേ കണക്ക് തന്നെ എന്ത് ചെയ്യുന്നു, വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ട്. ഈ സമയത്ത് ബാക്കിയുള്ളവർ വീഡിയോ ഇടുന്നു, അവർക്ക് ആവശ്യത്തിന് അത്രയ്ക്ക് വ്യൂസ് കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനാണോ എന്നതാണ് എൻ്റെ ഒരു സംശയം. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രം. ഇത് സത്യമാവണമെന്ന് ഒരു ഉറപ്പുമില്ല. ബട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, ഇവർ ചുമ്മാ പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണോ ഈ ഒരു വീഡിയോസ് ഇടുന്നത് എന്നുള്ളൊരു കാര്യമാണ് എനിക്കൊരു ഡൗട്ടുള്ളത്. അല്ലാതെ ഇത് യഥാർത്ഥത്തിലാണോ, തെളിവുകൾ കാണിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞില്ല, ഇത് കാണിച്ച അവർക്ക് ഭാവിയിൽ എനിക്കിതിനോടൊന്നും താല്പര്യമില്ല, പ്രശ്നങ്ങളുണ്ടാക്കാനൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞ് 3 പേരും അവരവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നത്. നമ്മളിത് കാണുമ്പോഴത്തേന് ആദ്യം ഒരാളെ വീഡിയോ കാണുമ്പോഴത്തേന് അവരുടെ ഭാഗത്താണ് ശരിയെന്ന് തോന്നും, ചിലപ്പോൾ മറ്റേ ഭാഗത്താണെന്ന് തോന്നും, പിന്നെ അടുത്ത ആളുടെ ആണെന്ന് തോന്നും, ചിലപ്പോൾ 3 പേരും ശരിയല്ലെന്ന് തോന്നും. ഇങ്ങനെ ഓരോരുത്തരെ ഓരോ വീഡിയോ ഇടുന്നു, അത് കാണുന്നു. എനിക്ക് തോന്നുന്നു അവർ ചുമ്മാ ഈ വ്യൂസൊക്കെ കയറാൻ വേണ്ടിയുള്ള ഒരു പറ്റിയിലാണെന്നാണ് തോന്നുന്നത്. ഇത് കാണുമ്പോഴത്തേന് നമ്മുടെ ഒരു ഫാമിലി, ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊരു ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ചിലപ്പോൾ പിരിഞ്ഞ് താമസിക്കാതിരിക്കാം എന്ന് പറഞ്ഞ് അത് വീഡിയോ ആയിട്ട് എടുത്തിട്ട് നാട്ടുകാരെന്ത് പറയുക, അവരെ കുറ്റപ്പെടുത്താനോ അങ്ങനെ മാക്സിമം ആരും ശ്രമിക്കത്തില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മയൊക്കെ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ കുറച്ച് ദിവസം മാറി നിന്നിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോയിൽ വന്നിരുന്ന അല്ലെങ്കിൽ നാട്ടുകാരോട് മൊത്തം എൻ്റെ അമ്മ കുറ്റം ചെയ്തു എന്നുള്ള കാര്യങ്ങളോ ഒന്നും ഇപ്പം തന്നെ പറയാൻ ഞാൻ നിൽക്കാറില്ല. പക്ഷേ ഇവരൊക്കെ ഇതേ കണക്ക് ചെയ്യുമ്പോഴാണ്, ഇവർ നല്ല രീതിയിലുള്ള ഫാമിലി വീഡിയോസൊക്കെ ഇട്ട് നല്ല ബോണ്ടിങ് ആണെന്നൊക്കെ കാണിച്ചുള്ള വീഡിയോസാണ് അവർ ഇട്ട് തുടങ്ങിയതും, അതിൽ കൂടാണ് അവർ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിന് ശേഷം ഒരു തെറ്റിപ്പിരിഞ്ഞ സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുക, ഇങ്ങനത്തുള്ള രീതികളിൽ പൊതുവെ എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല നടക്കുമോ എന്നുള്ളൊരു കാര്യം. കാരണം നമ്മുടെയൊക്കെ കുടുംബത്തിലാവുമ്പോൾ പോലും നമ്മൾ ചിലപ്പം വഴക്കിട്ട് ഭയങ്കരമായിട്ട് പിരിഞ്ഞു പോയെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ കണക്കൊക്കെ ബഹളമൊക്കെ ഉണ്ടാക്കുമെന്നൊന്നും എനിക്കറിയാൻ വയ്യ. ഇത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു അവരെ ക്യാഷിന് വേണ്ടി മാത്രമാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. സോ അത് എനിക്കൊരു വീഡിയോ ആയിട്ട് പറയണമെന്ന് തോന്നി. ഇനി ഇവരെ കുറിച്ചൊരു വീഡിയോസോ അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ ഇടുന്നില്ല. ഇത് ലാസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്.